പാറമടയ്ക്കെതിരെ പ്രതിഷേധവുമായി ജനകീയ സമരസമിതി. പാറമടയ്ക്ക് പെർമിറ്റ് പുതുക്കി നൽകുന്നതിന് മുൻപ് തകർന്ന റോഡും സമീപത്തെ വീടുകളും നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് സമരസമിതി മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിന് മുന്നിൽ സൂചനാ സമരം നടത്തി. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെടുന്ന SN ഗ്രാനൈറ്റ്സ് എന്ന പാറമടയുടെ പ്രവർത്തനം മൂലം റോഡുകളും സമീപത്തെ വീടുകൾക്കും പൈപ്പ് ലൈനും അടക്കം കേടുപാടുകൾ സംഭവിച്ചതായി ആരോപിച്ചാണ് ജനകീയ സമരസമിതി സൂചനാ സമരം നടത്തിയത്. തൊടുപുഴ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിന് മുന്നിലായിരുന്നു സൂചനാ സമരം. പാറമടയ്ക്ക് പെർമിറ്റ് പുതുക്കി നൽകുന്നതിന് മുൻപ് തകർന്ന വീടുകൾ അടക്കം പുനർനിർമ്മിച്ചു നൽകണമെന്ന് സമരസമിതി ജിയോളജിസ്റ്റ് അജീബ് PA മുൻപാകെ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകൾ എന്ന നിലയിൽ അവിടെ ജീവിച്ചു മരിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അതിന്മേലാണ് പാറമട ലോബി കൈകടത്തിയിരിക്കുന്നത്. അതിനൊത്താശ ചെയ്തിരിക്കുന്ന ആളുകളെ ഒന്നൊന്നായി ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഞങ്ങളെ സഹായിക്കാനെന്ന വ്യാജേന ഒത്തുകൂടിയ ചില ആളുകളുണ്ട്. അവരിൽ പലരും പാറമടയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരാണ് എന്ന് ഞങ്ങളുടെ യാത്രയിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രദേശത്ത് പരിശോധന നടത്തി ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാമെന്ന് ജിയോളജിസ്റ്റ് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരസമിതി സൂചനാ സമരം അവസാനിപ്പിച്ചത്. വി വിനോദ് കുമാർ, ജിജോ അഗസ്റ്റിൻ, ജിയോ ജോസ്, ജോസ് പച്ചിക്കര, മത്തായി തെരുവേൽ, ജോർജ് വേലങ്കുന്നേൽ, മാത്യു പള്ളിപ്പറമ്പിൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.